നമസ്കാരം, ഏവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ചലന സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ്. നമ്മുടെ PSC പരീക്ഷയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാറിയ ചോദ്യങ്ങളുടെ രീതി അനുസരിച്ച് നമുക്ക് ഈ പാഠഭാഗം പരിചയപ്പെടാം. ഈ പാഠഭാഗം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതോടനുബന്ധിച്ചുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നന്നായി തന്നെ പഠിച്ചെടുക്കാം. എല്ലാവർക്കും ചലന സമവാക്യങ്ങളിലേക്ക്, അതിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ചലന സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിന്റെ y ആക്സിസിൽ നിങ്ങൾക്ക് കാണാം പ്രവേഗം, അതായത് വെലോസിറ്റി. ഇതിന്റെ x ആക്സിസിൽ നമുക്ക് കാണാം സമയം. സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ നിർബാധം പതിക്കുന്ന കല്ലിന്റെ പ്രവേഗ സമയ ഗ്രാഫ് ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ സമത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ, അതാണ് സമത്വരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ A, സമമായ ഒരു ത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ നിർബാധം പതിക്കുന്ന കല്ലിന്റെ, നിർബാധം പതിക്കുന്ന കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉയരത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് താഴേക്ക് ഫാൾ ചെയ്യുന്ന ഫ്രീ ഫാൾ. നിർബാധം എന്നതുകൊണ്ട് ഫ്രീ ഫാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ഫാൾ. അപ്പോ നിങ്ങൾക്കറിയാം, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്താൽ അതിങ്ങനെ താഴേക്ക് ഫ്രീ ആയിട്ട് ഫാൾ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു കല്ലിന്റെ പ്രവേഗ സമയ ഗ്രാഫാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. വെലോസിറ്റി ടൈം. നമ്മൾ എപ്പോഴും y ആക്സിസിലുള്ള ക്വാണ്ടിറ്റിയാണ് ആദ്യം പറയുന്നത്, x ആക്സിസിൽ രണ്ടാമത്തെ ഒരു ഗ്രാഫിന്റെ പേര് പറയുമ്പോൾ. അപ്പം ഇതാണ് ഗ്രാഫ്. ആദ്യം എന്താണ്? പ്രവേഗവും അതേപോലെ സമയവും എന്തായിരുന്നു? 0 ആയിരുന്നു. 1 സെക്കൻഡ് ആയപ്പോഴേക്കും ഏകദേശം 10 നമുക്കറിയാം അല്ലെ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും. ആ 10 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും ഏകദേശം 20 ആയി. മൂന്നാമത്തേതായപ്പോഴേക്കും ഏകദേശം 30 വന്നു. 4 ആയപ്പോഴേക്ക് ഏകദേശം 40 വന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആണ്, സമത്വരണമാണ്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ചാണ് ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ എല്ലാവരും ഒന്ന് സസൂക്ഷ്മം വീക്ഷിക്കുക. സോ ഇതില് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് P എന്ന പോയിന്റ് ആണ്, ഇത് Q എന്ന പോയിന്റ് ആണ്. ഇനി P എന്ന പോയിന്റിൽ വെലോസിറ്റി വരുന്നത് ഏകദേശം 20 ആണ്. Qയിലെ വെലോസിറ്റി 40 ആണ്. Pയിലെ സമയം 2 ആണ്. Qയിലെ സമയം 4 ആണ്. അതോടൊപ്പം തന്നെ ഈ Pയിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ഒരു പോയിന്റ് ലൈൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, S ആണ്. ഈ Qയിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ലൈൻ, അതിവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് R ആണ്. ഇനി P എന്ന പോയിന്റിൽ നിന്ന് ഈ QR ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, അത് എന്താണ്? A ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ T1ൽ നിന്നും T2വിൽ നിന്നും ഗ്രാഫിലേക്ക് ലംബം വരയ്ക്കുക. ഇവ P, Q എന്നീ ബിന്ദുക്കളിൽ സന്ധിക്കുന്നു. അപ്പോൾ T1ൽ നിന്നും വരയ്ക്കുന്ന, ഇതാണ് T1 എന്ന് പറയുന്നത്. ഈ T1ൽ നിന്നും ലംബം, അതായത് 90 ഡിഗ്രി മുകളിലേക്ക് വരയ്ക്കുന്നു. അത് എവിടെ മീറ്റ് ചെയ്യുന്നു? P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഇനി T2 എന്ന് പറയുന്നത് ഇവിടെ ഈ 4 ആണ്. ഇവിടെ നിന്നും ഒരു ലൈൻ വരയ്ക്കുന്നു, അത് എവിടെ മീറ്റ് ചെയ്യുന്നു? Q എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ PQ എന്നീ ബിന്ദുക്കളിൽ സന്ധിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. Pയിൽ നിന്ന് QR മറ്റൊരു ലംബം വരയ്ക്കുക. അപ്പോൾ Pയിൽ നിന്ന് QR നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരു ലംബം വരയ്ക്കുകയാണ്. ഇതാണ് QR. അപ്പോൾ Pയിൽ നിന്ന് QR വരയ്ക്കുന്ന ലംബമാണ് ഇത് എന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ ഇവിടെയും ഒരു ലംബം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. അത് എയിൽ സന്ധിക്കുന്നു. എ എന്ന ഈ പോയിന്റിൽ അത് സന്ധിക്കുന്നു. ഗ്രാഫിലെ PQRS എന്ന ലംബകത്തെ അഥവാ ട്രപ്പിസോയിഡിനെ പരിഗണിക്കുക. PQRS, ഇവിടെ ഈ ഗ്രാഫിൽ നമുക്ക് PQRS എന്ന് പറയുന്ന ഒരു ട്രപ്പിസോയിഡ് കിട്ടുന്നതായിട്ട് കാണാം. PQRS എന്ന് പറയുന്ന ഒരു ട്രപ്പിസോയിഡ് നമുക്ക് ഈ ഗ്രാഫിൽ കിട്ടി. ഇതാണ് P, ഇതാണ് Q, ഇതാണ് R, ഇതാണ് S. അപ്പം ഇവയെല്ലാം ഇങ്ങനെ യോജിപ്പിക്കുകയാണെങ്കിൽ ഇതൊരു ലംബകമാണ്. ലംബകം എന്നാൽ എന്താണ്? ട്രപ്പിസോയിഡ് എന്നാൽ എന്താണ്? രണ്ട് സൈഡുകൾ പാരലൽ. ഈ സൈഡ് രണ്ടും പാരലൽ ആയിട്ടുള്ള ഒരു 4 സൈഡഡ് ഫിഗറിനെയാണ് ലംബകം എന്ന് പറയുന്നത്. രണ്ട് സൈഡ് പാരലലും അതേപോലെ അത് ഈക്വലും ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പാരലലോഗ്രാം എന്ന് വിളിക്കും, അല്ലെ? ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ സൈഡും ഈക്വൽ ആണ്, ഇതും ഈക്വലും പാരലലും ആണെങ്കിൽ അത് പാരലലോഗ്രാം ആണ്. ബട്ട് ഇത് ഒരു ട്രപ്പിസോയിഡ് ആണ്. ട്രപ്പിസോയിഡ് പൊതുവെ രണ്ട് സൈഡ് പാരലലും അതേപോലെ മറ്റ് രണ്ട് സൈഡ് അൺഈക്വലും ആയിട്ടാണ്, വേറെ ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് ഒരു ലംബകമാണ് അല്ലെങ്കിൽ ട്രപ്പിസോയിഡ് ആണ്. സോ ഇവയെ പരിഗണിച്ചാൽ P എന്ന് സൂചിപ്പിക്കുന്ന ബിന്ദുവിൽ വസ്തുവിന്റെ പ്രവേഗം U എന്നും Q എന്ന ബിന്ദുവിൽ അതിന്റെ പ്രവേഗം V എന്നും കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഉള്ള വെലോസിറ്റി ഇങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇത് U, അതേപോലെ ഈ Qയിലെ വെലോസിറ്റി അത് എന്താണ്? V ആണ് എന്നും കണക്കാക്കുക. PS സമം AR ഈക്വൽ ടു U. ഇവിടെ നോക്കൂ, PS ഇതാണ് P, ഇതാണ് S. ഓക്കെ, ഇതും അതേപോലെ ഈ ARഉം എന്താണ്? ഈക്വൽ ആണ്. PS സമം AR ഈക്വൽ ടു U. ഇത് U ആണല്ലോ, അപ്പോൾ ഈ U എന്ന വെലോസിറ്റിക്ക് ഈക്വൽ ആണ് PS-ഉം അതേപോലെ ARഉം എന്ന് ഓർത്തിരിക്കുക. ഇനി QR സമം V. നോക്കൂ, ഇത് Q, ഇത് R. അപ്പോൾ ഈ QR എന്ന ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ V, അതായത് ഈ ദൂരമാണ് ഈ ദൂരം, അല്ലേ? അപ്പോൾ ഇത് എന്തായിട്ട് എടുക്കുന്നു? ഇത് V ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ SR ഈക്വൽ ടു T വിച്ച് ഇസ് ഈക്വൽ ടു T2 മൈനസ് T1. നോക്കൂ, SR എവിടെയാണെന്ന് നോക്കൂ, ഇതാണ് SR, അല്ലേ? S ഇവിടെയുണ്ട്, R ഇവിടെയുണ്ട്. ഇതാണ് P മുതൽ Q വരെ സഞ്ചരിക്കാൻ എടുത്ത സമയം. അപ്പോൾ SR എന്താണ്? T2 മൈനസ് T1 ആണ്, അല്ലേ? SR is equal to T2 minus T1. ഇനി AQ ഈക്വൽ ടു QR മൈനസ് AR. നോക്കൂ, ഇതാണ് A, ഇത് Q. അപ്പോൾ AQ എന്ന് പറയുന്നത് QR, ഈ ഡിസ്റ്റൻസ്, ഈ QR എന്ന ഈ ഡിസ്റ്റൻസ് മൈനസ് AR. AR എന്താണ്? ഈ ചെറിയ ഡിസ്റ്റൻസ്, അല്ലേ? ഈ ഡിസ്റ്റൻസ്. അപ്പോൾ അതാണ് AQ എന്ന് പറയുന്നത്. അപ്പോൾ QR എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? V ആയിട്ട് കിട്ടും, അല്ലേ? AR എന്താണ്? U ആണ്. അപ്പോൾ ബേസിക്കലി AQ എന്ന് പറയുന്നത് V മൈനസ് U എന്ന് നമുക്ക് കിട്ടും. V മൈനസ് U. ഇനി നമ്മൾ പ്രവേഗ സമയ ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യം നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ചലന സമവാക്യങ്ങൾ മെയിനായിട്ട് 3 ഉണ്ട്. അതിൽ ആദ്യത്തെ സമവാക്യമാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. പ്രവേഗവും അതേപോലെ സമയവും കാണിക്കുന്ന ഒരു സമവാക്യം. ത്വരണം അഥവാ ആക്സിലറേഷൻ സമം പ്രവേഗ വ്യത്യാസം ഹരിക്കണം സമയം, അല്ലെ? പ്രവേഗത്തിലുള്ള വ്യത്യാസത്തെ സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ത്വരണം അഥവാ ആക്സിലറേഷൻ ലഭിക്കുന്നത്. സോ ത്വരണം A is equal to പ്രവേഗ വ്യത്യാസം എന്നത് AQ ആണ്. നമുക്കൊന്ന് നോക്കിയാലോ? പ്രവേഗ വ്യത്യാസം നമുക്ക് ഇവിടെ ഒന്നും കൂടെ നോക്കാം. പ്രവേഗ വ്യത്യാസം എന്ന് പറയുന്നത് AQ ഇതാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഡിസ്റ്റൻസ്, ഞാൻ ഈ ചുവന്ന വരയിൽ കാണിച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ RQ എന്ന ഈ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? AR എന്ന ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? AQ കിട്ടുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. RQ എന്ന ഈ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് AR കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുന്നത്. എന്താണ് RQ? RQ എന്നാൽ ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി, അത് V ആണ്. എന്താണ് AR? AR ഇതാണ്, ഇവിടെ വരച്ചാൽ മതി, U ആണ്. അപ്പോൾ AR is equal to V minus U എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് SR. SR എങ്ങനെ കണ്ടുപിടിക്കും? ഈ ചിത്രത്തിൽ നോക്കൂ, ഇതാണ് S, ഇതാണ് R. SR എന്ന് പറയുന്നത് ടൈമാണ്, അത് T2 മൈനസ്
T1 ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ SR T2 മൈനസ് T1 നമ്മൾ T എന്ന് എഴുതുന്നു. അപ്പോൾ AQനെ V മൈനസ് U എന്നും അതേപോലെ SRനെ T എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം SRനെ T എന്നും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ Tനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, AT സമം V മൈനസ് U എന്ന് വരുന്നു. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മളൊന്ന് അറേഞ്ച് ചെയ്തേ. V ഈക്വൽ ടു U പ്ലസ് AT, V is equal to U plus AT എന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ കിട്ടും. നോക്കൂ, V is equal to U plus AT. ഇത് ഒന്നാം ചലന സമവാക്യം എന്ന് അറിയപ്പെടുന്നു. ഇതെന്താണ് അറിയപ്പെടുന്നത്? ഇത് ഒന്നാം ചലന സമവാക്യം എന്നാണ് അറിയപ്പെടുന്നത്. V is equal to U plus AT. അപ്പം നമ്മൾ 3 ചലന സമവാക്യങ്ങൾ പഠിച്ചതിൽ ഒന്നാമത്തെ ചലന സമവാക്യമാണ് V is equal to U plus AT എന്ന് പറയുന്നത് ഒന്നാം ചലന സമവാക്യം. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. ത്വരണം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പ്രവേഗ വ്യത്യാസം, അതായത് ഫൈനൽ വെലോസിറ്റി വിയും ഇനിഷ്യൽ വെലോസിറ്റി യുവും ആകുമ്പോൾ പ്രവേഗ വ്യത്യാസം V മൈനസ് 2 ആണ്. അതിനെടുത്ത സമയം എത്രയാണ്? T ആണ്. അപ്പം ഈ എനെയും ടീനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. AT ഈക്വൽ ടു V മൈനസ് U എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ വിനെ നമുക്ക് ഒറ്റയ്ക്കാക്കാം, എന്നിട്ട് യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. V is equal to U plus AT. ഇത് നമുക്ക് കിട്ടുന്നത് ഒന്നാം ചലന സമവാക്യമാണ്. ഇനി ഈ സമവാക്യം നിങ്ങൾ മറന്നുപോയാൽ ത്വരണം സമം പ്രവേഗ വ്യത്യാസം ബൈ സമയം എന്ന് ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി V is equal to U plus AT എന്ന സമവാക്യം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഗ്രാഫിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് SCERT പാഠപുസ്തകത്തിലും അങ്ങനെ ഗ്രാഫ് ഉപയോഗിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് സ്ഥാന സമയബന്ധം കാണിക്കുന്ന സമവാക്യം. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? പ്രവേഗ സമയ ബന്ധമാണ്. നോക്കൂ, പ്രവേഗം വെലോസിറ്റി, സമയം T. അപ്പൊ പ്രവേഗം യും ഒരു പ്രവേഗമാണ്. അപ്പം മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് പ്രവേഗവും സമയവുമാണ്. ഇനി ഇവിടെ സ്ഥാനം അഥവാ S ഇവിടെ ചിത്രത്തിലേക്ക് വരുവാണ്. സ്ഥാനം സമയ ബന്ധം കാണിക്കുന്ന സമവാക്യമാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. തന്നിരിക്കുന്ന പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് S മുതൽ R വരെയുള്ള ഇടവേളകളിലെ സ്ഥാനാന്തരം കണക്കാക്കാൻ X അക്ഷത്തിലെ SR എന്നീ ബിന്ദുക്കളിൽ നിന്നും ലംബങ്ങൾ പ്രവേഗ സമയ ഗ്രാഫിലേക്ക് വരച്ച് ചതുർഭുജം നിർമ്മിക്കുക. ചതുർഭുജം എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ ആണ് എന്നത് മനസ്സിലാക്കുക. ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് സംഖ്യാപരമായി സ്ഥാനാന്തരത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ചതുർഭുജം നമുക്ക് ഇവിടെ നിർമ്മിച്ച് കിട്ടുന്നുണ്ട്. നോക്കാം. ഇവിടെ ഈ Pനെ ഇങ്ങോട്ട് നമ്മൾ എസിലേക്ക് കണക്ട് ചെയ്യുകയും Qവിനെ ആറിലേക്കൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 4 സൈഡുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ്. പക്ഷെ ഈ ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ 2 സൈഡുകൾ പാരലൽസ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ പാരലാണ്. ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലൽ അല്ല. ഇത് ശരി ഇട്ടത് രണ്ടും പാരലൽ അല്ല. ഇങ്ങനെ ഈക്വൽ ടു വരച്ചിരിക്കുന്നത് രണ്ടും പാരലാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററലിന് നമ്മൾ പറയുന്ന പേരാണ് ട്രപ്പീസോയിഡ് അഥവാ ലംബകം. ട്രപ്പീസോയിഡ് അഥവാ ലംബകം. ഈ ചിത്രം ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതെന്തായി മാറുമായിരുന്നു? പാരലലോഗ്രാം ആയി മാറുമായിരുന്നു. ഈ രീതിയിലുള്ള ഒരു ചിത്രമാണെങ്കിൽ. ഇനി ഈ രീതിയിലുള്ളതായിരുന്നുവെങ്കിൽ അതൊരു റോംബസ് ആയി മാറുമായിരുന്നു. ഇവിടെ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്, അതേപോലെ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. ഇവിടെ റോംബസിലാണെങ്കിൽ ഈ 4 സൈഡുകളും തുല്യമാണ് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഒരു ട്രപ്പീസോയിഡ് ആണ്, ഒരു ലംബകമാണ്. അപ്പോൾ ഇതിന്റെ പരപ്പളവ്, അതായത് ഈ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ലംബകം നമുക്ക് ഒന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ ആ ലംബകം ഒന്ന് എടുത്ത് വരച്ചിട്ടുണ്ട്. ഇനി ഈ ലംബകത്തിന്റെ ഒരു സൈഡ് എ ആണ്, മറ്റൊരു സൈഡ് ബി ആണ്. പാരലലായ ഒരു സൈഡ് എയും മറ്റൊരു സൈഡ് ബി ആണ്. അപ്പോ ചതുർഭുജം അഥവാ ലംബകം ചതുർഭുജം PQRS ഒരു ലംബകമാണ്, ട്രപ്പീസോയിഡ് ആണ്. ലംബകത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് A = ½ × H × A + B.
ലംബകത്തിന്റെ പരപ്പളവ് കാണുന്ന സമവാക്യം എങ്ങനെയാണെന്ന് അറിയാമോ? ഹാഫ് ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ഈ പാരലൽ ആയിട്ട് ഈ സൈഡും അതേപോലെ ഈ സൈഡും പാരലൽ ആണ്. ഇവ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? എച്ച് എന്ന് പറയുന്നത്. എച്ച് ഇൻറ്റു പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡുകളുടെ തുക. ഒന്നാമത്തെ സൈഡ് എ ആണ്, രണ്ടാമത്തെ സൈഡ് ബി ആണ്. ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഇത് നിങ്ങൾക്ക് ഗണിത പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ മാത്സിലും ഉപകാരപ്പെടുന്ന ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു ലംബകത്തിന്റെ പരപ്പളവ് കാണുന്ന ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എ എന്നാൽ ഒരു സൈഡ്, ബി എന്നാൽ മറ്റൊരു സൈഡ്. അതായത് പാരലായ രണ്ട് സൈഡുകളാണ് എയും ബിയും. ആ സൈഡുകൾ തമ്മിലുള്ള ദൂര വ്യത്യാസമാണ് എന്ത്? എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു ആ സൈഡുകളുടെ ഡിസ്റ്റൻസ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മളുടെ ഈ ട്രപ്പിസോയിഡിന്റെ ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അത് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എ കോമ ബി എന്നിവ സമാന്തര വശങ്ങളുടെ അളവും എച്ച് അവ തമ്മിലുള്ള അകലവുമാണ്. സമാന്തര വശങ്ങൾ എന്ന് പറഞ്ഞാൽ പാരലൽ സൈഡുകൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു എസ് ആർ ഇൻറ്റു പി എസ് പ്ലസ് ക്യു ആർ എന്ന് നമുക്ക് കിട്ടും. നമുക്ക് ചിത്രത്തിലേക്ക് ഒന്ന് പോവാം. ഹാഫ് ഇൻറ്റു എസ് ആർ ഇൻറ്റു പി എസ് പ്ലസ് ക്യു ആർ. അപ്പോൾ ഇതിനകത്ത് എസ് ആർ എന്ന് പറയുന്നത് എന്താണ്? ഇതാ ഇവിടെയാണല്ലേ. ഇവിടെ എസ് ഉണ്ട്, ഇവിടെ ആർ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതെന്താണ്? പി എസ്. ഇതൊരു പി എസ് ആണ്, ഇതൊരു ക്യു ആർ ആണ്. അപ്പോൾ ഈ ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ഡിസ്റ്റൻസ് അല്ലേ? അപ്പം ഇതിങ്ങനെ എടുത്താൽ ക്യു ആർ വി ആണ്. പി എസ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ എടുത്താൽ ഈ ഡിസ്റ്റൻസിന് തുല്യമാണ്. അപ്പോൾ അതെന്താണ്? യു ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇത് ടൈം ആണ്. T2 - T1 ടൈം ടി ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കാം. ഹാഫ് ഇൻറ്റു എസ് ആർ എന്ന് പറയുന്ന ടി ഇൻറ്റു പി എസ് യു ക്യു ആർ വി. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് എ ടി. കാരണം നമ്മൾ ഒന്നാം ചലന സമവാക്യത്തിൽ എന്താ ഡിറൈവ് ചെയ്തത്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് ഡിറൈവ് ചെയ്തില്ലേ? നോക്കൂ, ഇവിടെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് നമ്മൾ ചെയ്തു അല്ലേ? അപ്പോ ഇവിടെയും എന്താണ്? ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഈ വിനെ നമ്മൾ എന്ത് ചെയ്തു? യു പ്ലസ് എ ടി എന്ന് മാറ്റി എഴുതുന്നു. വിനെ നമ്മൾ യു പ്ലസ്, ഈ വിനെ യു പ്ലസ് എ ടി എന്ന് നമ്മൾ മാറ്റി എഴുതി. അപ്പോൾ യുവും കൂട്ടിയാൽ എന്താണ്? 2u ആണ്. പിന്നെ ഇവിടെ ഒരു 80 ഉണ്ട്. 2u പ്ലസ് 80. ഇവിടെ ടി ഓൾറെഡി ഇവിടെ പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു, ഇനി ഈ പുറത്തുള്ളതിനെ അകത്തേക്ക് ഗുണിക്കുവാണ്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u. ഇത് ആദ്യം നമ്മൾ ഇതിനെ ഗുണിച്ചു. വീണ്ടും ഇനി 80 കൊണ്ട് ഗുണിക്കുവാണ്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 80. അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നു ഈ ഹാഫിന്റെ ഈ ടൂവും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നു TU അഥവാ UT. ഇവിടെ ഹാഫ് AT². അപ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടുന്നു? S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². ഇത് രണ്ടാം ചലന സമവാക്യം എന്നറിയപ്പെടുന്നു. S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². ഇതാണ് രണ്ടാം ചലന സമവാക്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ മെയിനായിട്ട് നമുക്ക് ടൈം ഉണ്ട്. അതുകൊണ്ടാണ് സ്ഥാന സമയ ബന്ധം കണക്കാക്കുന്ന സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇത് വെലോസിറ്റിയും സമയവും തമ്മിലായിരുന്നു, വെലോസിറ്റികളും സമയവും തമ്മിൽ. രണ്ടാമത്തേത് സ്ഥാനവും സമയവും തമ്മിലാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും അതിന്റെ രീതിക്കനുസരിച്ച് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ഏത് ചലന സമവാക്യമാണ് സോൾവ് ചെയ്തെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. സ്ഥാന സമയബന്ധം കണക്കാക്കുന്ന സമവാക്യം, അതായത് ഡിസ്റ്റൻസ്, അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എടുത്തിട്ടാണ്. നമ്മളുടെ ഈ ഗ്രാഫിൽ ഇതെല്ലാം വരച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു ട്രപ്പിസോയിഡ് ആണ്. ട്രപ്പിസോയിഡിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പാരലൽ ആയിട്ടുള്ള സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ഇൻറ്റു പാരലൽ സൈഡുകളുടെ തുകയാണ്, അതായത് എ പ്ലസ് ബി. അപ്പം ഇവിടെ നമ്മൾ ആ രീതിയിൽ ചെയ്തപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി എന്നാണ് വന്നത്. വിനെ നമ്മൾ യു പ്ലസ് എ ടി എന്ന് മാറ്റി എഴുതി. യു പ്ലസ് യുവിനെ 2u ആക്കി. അതേപോലെ എ ടി അതേപോലെ എഴുതി. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u, പുറത്ത് ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ ഉള്ളിലേക്ക് ഗുണിച്ചു. അപ്പൊ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u എന്ന് വന്നു. വീണ്ടും ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ യു ടി പ്ലസ് ഹാഫ് AT².
അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന രണ്ടാം ചലന സമവാക്യം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതായത് സ്ഥാനവും സമയവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സ്ഥാന പ്രവേഗ ബന്ധം കണക്കാക്കുന്ന സമവാക്യം. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ വെലോസിറ്റിയും ടൈമും തമ്മിൽ ബന്ധിപ്പിച്ചെഴുതി, രണ്ടാമത്തേതിൽ നമ്മൾ ഡിസ്റ്റൻസും ടൈമും തമ്മിൽ ബന്ധിപ്പിച്ചെഴുതി. ഇനി നമുക്ക് വെലോസിറ്റിനെയും അതേപോലെ സ്ഥാനത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് അടുത്തൊരു സമവാക്യം രൂപീകരിക്കാം. അപ്പോൾ സ്ഥാനാന്തരം സമം ചതുർഭുജത്തിന്റെ പരപ്പളവാണ് അല്ലെ. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ചതുർഭുജത്തിന്റെ പരപ്പളവാണ്. അതായത് എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി. അപ്പോൾ നമ്മളത് ഓൾറെഡി കഴിഞ്ഞ ഇതിൽ ഡിറൈവ് ചെയ്യുന്നതിൽ നമ്മൾ കണ്ടതാണ്. ഇനി ത്വരണം എന്ന് പറയുന്നത് വി മൈനസ് യു ബൈ ടി ആണ് അല്ലെ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് പ്രവേഗ വ്യത്യാസം, അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഹരിക്കണം ടി ആണ് അല്ലെ. അപ്പോൾ വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ഇതിന് ടീന്റെ ടേമിൽ എഴുതുവാണെങ്കിൽ ടീനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ടി സമം വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ സാധിക്കും. വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. ഇനി ഇതെന്ത് ചെയ്യുന്നു? നമ്മൾ മുകളിലത്തെ സമവാക്യത്തിൽ ആരോപിക്കുന്നു. അതായത് ഈ സമവാക്യത്തിൽ ടിക്ക് പകരം എന്ത് കൊടുക്കുന്നു? വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും? എസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ ഉള്ളത്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുണ്ട്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന രണ്ടാം ചലന സമവാക്യമുണ്ട്. ഇനി അതിനെ തന്നെ നമുക്ക് അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ആയ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് യു മൈനസ് യു പ്ലസ് വി ഉണ്ട്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി അല്ലേ. ഇങ്ങനെ ഒരു ഫോം ഉണ്ട്. അപ്പോൾ ഈ ഫോമിൽ നിന്നാണ് ഇതിലേക്ക് പോയത് രണ്ടാം ചലന സമവാക്യം. അപ്പൊ അതിന്റെ ആദ്യത്തെ ഫോം കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് കണ്ടോ? ഇവിടെ ഈ ഫോമിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി. ഇനി നമ്മൾ ഈ ടിക്ക് പകരം എന്ത് കൊടുക്കുന്നു? ഹാഫ് ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് കൊടുക്കുന്നു. കാരണം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പൊ ഈ ടി ഇതിൽ നിന്ന് എടുക്കുമ്പോൾ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്നാണ് വരുന്നത്. ഇൻറ്റു ഇവിടെ യു പ്ലസ് വിനെ ഞാൻ എന്ത് ചെയ്യുന്നു? വി പ്ലസ് യു എന്ന് മാറ്റി എഴുതുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡന്റിറ്റി ഓർമ്മ വരുന്നുണ്ടോ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് തുല്യമല്ലേ ഇത് അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് തുല്യമല്ലേ. ഇതാണ് എ പ്ലസ് ബിയുടെ കറസ്പോണ്ടിങ് ടേം. ഇത് എ മൈനസ് ബിയുടെ കറസ്പോണ്ടിങ് ടേം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാഫ് ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഹരിക്കണം എ എന്ന് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. നോക്കൂ, ഇവിടെ വി മൈനസ് യു അതേപോലെ വി പ്ലസ് യു, അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിക്ക് തുല്യമാണിത്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അതേപോലെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണ്. അടിയിൽ ഒരു 2 ഉണ്ട്, ഒരു എ ഇവിടെ ഉണ്ട്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് നമുക്ക് ഇതിനെ എഴുതാം. അപ്പം ഇവിടെ ആരുണ്ട്? എസ് ഉണ്ടല്ലേ. അപ്പൊ ഈ 2a എസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2as സമം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി വി സ്ക്വയർ ഒറ്റയ്ക്കാക്കിയാൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഒരു വസ്തു സഞ്ചരിക്കാൻ എടുത്ത സമയം അറിയില്ലെങ്കിലും യു കോമ എ കോമ എസ് എന്നിവ അറിയാമെങ്കിൽ വസ്തുവിന്റെ അന്ത്യപ്രവേഗം കണ്ടെത്താൻ സഹായിക്കുന്ന ചലന സമവാക്യമാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ സമയം ഇതിനകത്തില്ല, ടി എന്ന ടേം ഇല്ല. ബാക്കി ഉള്ള വെലോസിറ്റിയും ആക്സിലറേഷനും അതേപോലെ ഡിസ്പ്ലേസ്മെന്റും ആണുള്ളത്. ഇതാണ് മൂന്നാം ചലന സമവാക്യം എന്ന് അറിയപ്പെടുന്നത്. സോ ചലന സമവാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതിയാൽ, ഒന്നാം ചലന സമവാക്യം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, രണ്ടാം ചലന സമവാക്യം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, മൂന്നാം ചലന സമവാക്യം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്, എ എന്നത് ആക്സിലറേഷൻ ആണ്, ടി ടൈം ആണ്, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മൾക്ക് ഓരോ പ്രോബ്ലത്തിനും ഓരോ ചലന സമവാക്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചലന സമവാക്യങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പം അന്നേരം നമ്മൾ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മൾ കണ്ടത്. ഒരു നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രീ ഫാൾ ആയിട്ട് താഴേക്ക് വീഴുന്ന, മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ഒരു കല്ല്. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ശക്തിയായി എറിയുന്നത് അതിൽ പെടില്ല. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ത്വരണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. നമുക്കത് 10 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ 10 ആണ് അതിന്റെ വെലോസിറ്റി വരുന്നത്, 2ൽ 20 ആണ്, 3ൽ 30 ആണ്. അങ്ങനെ ഒരു ത്വരണമുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഓരോ നെയിമിങ്ങും PQRS എന്നൊക്കെ നെയിമിങ് കൊടുത്തു. നമുക്കൊരു ലംബകം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അതിനെ അനുസരിച്ച് നമ്മൾ 3 ചലന സമവാക്യങ്ങളുടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ നോക്കി. ഒന്നാമത്തെ ചലന സമവാക്യം ഡിറൈവ് ചെയ്തിരിക്കുന്ന ത്വരണം സമം പ്രവേഗ വ്യത്യാസം ഹരിക്കണം സമയം എന്നുള്ളതാണ്. പ്രവേഗങ്ങളുടെ വ്യത്യാസം v മൈനസ് യു ആണ്, സമയം t ആണ്. അപ്പൊ a ഈക്വൽ ടു v മൈനസ് യു ഡിവൈഡഡ് ബൈ t എന്ന ഇക്വേഷനിൽ നിന്നും v ഈക്വൽ ടു യു പ്ലസ് at എന്ന ഒന്നാം ചലന സമവാക്യം നമ്മൾ നിർമ്മിച്ചു. അപ്പോൾ വെലോസിറ്റിയും അതേപോലെ ടൈമും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഇനി രണ്ടാം ചലന സമവാക്യം സ്ഥാനവും സമയവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥാനം, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്നത് ആ ലംബകത്തിന്റെ ഏരിയ ആണ്, അത് എൻക്ലോസ് ചെയ്യുന്ന ലംബകത്തിന്റെ ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ എടുക്കുന്നത് ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി എന്ന സമവാക്യം ഉപയോഗിച്ചാണ്. എയും ബിയും പാരലൽ ആയ രണ്ട് സൈഡാണ്. h എന്ന് പറയുന്നത് ഈ പാരലൽ സൈഡ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതിപ്പോ ഒരു പാരലലോഗ്രാം ആണെങ്കിൽ മറ്റൊരു ഫോർമുല ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, BH എന്ന് പറഞ്ഞ ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല ആയിരിക്കും. ഇവിടെ നമുക്ക് ലംബകം അഥവാ ട്രപ്പീസിയം കിട്ടിയതുകൊണ്ടാണ് ഈ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ഥാനാന്തരം എന്നത് ചതുർഭുജത്തിന്റെ പരപ്പളവാണ്. അപ്പം അതിന് നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ സ്ഥാനാന്തരം എന്താണ്, ഹാഫ് ഇൻറ്റു SR എന്നത് ടിക്ക് സമമാണ്. PS പ്ലസ് QR A പ്ലസ് ബി ഓപ്പോസിറ്റ് സൈഡ്സ് പോലെ U പ്ലസ് V ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ വിനെ U പ്ലസ് AT, ഒന്നാം ചലന സമവാക്യത്തിൽ നിന്ന് കിട്ടുന്ന U പ്ലസ് AT എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തു. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്തെടുത്തപ്പോൾ S സമം UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന രണ്ടാം ചലന സമവാക്യം നമുക്ക് കിട്ടി. മൂന്നാം ചലന സമവാക്യം സ്ഥാനവും പ്രവേഗവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സമവാക്യമാണ്. അപ്പോൾ സ്ഥാനാന്തരം ചതുർഭുജത്തിന്റെ പരപ്പളവാണ്. അതായത് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് ബി, നമ്മൾ ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബിക്ക് പകരം എഴുതിയിരിക്കുന്ന ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് ബി. അതേപോലെ ത്വരണം എന്നത് a ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ ഇതിൽ നിന്ന് നമുക്ക് ടീനെ ഒറ്റയ്ക്കാക്കാം. ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് നമുക്ക് എഴുതാം. ആ വി മൈനസ് യു ബൈ എ ഈ പോയിന്റിൽ ഈ ടിക്ക് പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കാരണം നമ്മൾ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ആ ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയാണ്, മനഃപൂർവ്വമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇവിടെ വി മൈനസ് യുവും ഇവിടെ വി പ്ലസ് യുവും ഉണ്ട്. യു പ്ലസ് വി എന്നാൽ വി പ്ലസ് യു തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു നമുക്കിവിടെ കാണാൻ പറ്റും. വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു എന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണ്. കാരണം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അടിയിൽ 2a ഉണ്ട്, 2a മുകളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമുക്ക് എഴുതാം. സോ ഇതാണ് മൂന്നാം ചലന സമവാക്യം. അപ്പൊ സമയത്തെ പറ്റി നമുക്ക് അറിയില്ലെങ്കിലും യു എ എസ് എന്നിവ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അന്ത്യപ്രവേഗം ഇതിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് മൂന്നാം ചലന സമവാക്യം. അപ്പോൾ ഒന്നാം ചലന സമവാക്യം v is equal to u plus at. രണ്ടാം ചലന സമവാക്യം s is equal to ut plus half at square. മൂന്നാം ചലന സമവാക്യം v square equal to u square plus 2as. അപ്പം ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത്. ഇതിന്റെ രണ്ടാം ഭാഗത്ത് ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ഇത് നന്നായി ഒന്ന് മനസ്സിലാക്കി വെക്കുക, അടിസ്ഥാനം പക്കയാക്കി വെക്കുക. അപ്പോൾ അടിസ്ഥാനം ക്ലിയർ ആണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മളിപ്പോൾ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, ആത്മാർത്ഥതയോടെ പഠിക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എത്രയും വേഗം നിങ്ങളെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് താങ്ക് യു.